ബറാത്ത് രാവിലെ ദ്വാരന്നാൽ ഉത്തരവുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, ശഅബാൻ പകുതിയുടെ രാത്രിയിൽ ദ്വാരന്നാൽ ആ ദ്വാ തട്ടപ്പെടൂല. കേട്ടോളൂ, ചെറിയ പെരുന്നാൾ രാത്രി ദ്വാരന്നാൽ ആ ദ്വാ തട്ടപ്പെടൂല. ബലിപെരുന്നാളിന്റെ രാത്രി ദ്വാരന്നാൽ ആ ദ്വാവും തട്ടപ്പെടുകയില്ല. ലൈലത്തുൽ ഖദറിന്റെ അന്ന് ദ്വാരന്നാൽ ആ രാത്രിയും ദ്വാ തട്ടപ്പെടൂല. 4 രാത്രികൾ ദ്വാ തട്ടപ്പെടൂല. ദ്വാരനാമതി സ്വീകരിക്കുന്ന കാര്യം അല്ലാഹു ഏറ്റു എന്നുറപ്പ് പറഞ്ഞതാ റസൂലുള്ളാഹി. ലാ തുറദ്ദു മസ്അല, ചോദ്യം തട്ടപ്പെടൂല ഈ 4 രാത്രികൾ പറഞ്ഞു. 2 പെരുന്നാൾ രാവ്, ബറാഅത്ത് രാവ്, ലൈലത്തുൽ ഖദർ 21 രാവ് എന്ന് നമ്മളെ ഭാഷയിൽ പറയും ലൈലത്തുൽ ഖദർ. എന്നിട്ട് പറഞ്ഞു അന്നും പടച്ചോൻ പൊറുക്കാത്ത കുറച്ച് ടീമുണ്ട്. ബറാഅത്ത് രാവിന്റെ അന്ന് ദ്വാരനാ പോലും അല്ലാഹു സ്വീകരിക്കാത്തൊരു ടീമുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ അന്ന് ദ്വാരനാലും ഉത്തരം കൊടുക്കാത്തൊരു ടീമുണ്ട്. ആരാണത്? ആരാണ് ഒന്നാമത്തെ ആള്? അല്ലാഹു തആല പറഞ്ഞു മുശാഹിന, മറ്റുള്ളവരോട് കുശുമ്പും കുറുമ്പും കൊണ്ട് നടക്കുന്നവൻ. ഇങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ ബറാഅത്ത് രാവ് ആകെ കുളാവും അല്ലേ? ബറാഅത്ത് രാവിന്റെ അന്ന് ദ്വാരന്നാൽ അല്ലാഹു ഉത്തരം കൊടുക്കാത്ത, ബറാഅത്തിന്റെ അന്ന് ദ്വാരന്നാൽ പോലും ഉത്തരല്ല എന്ന് പറഞ്ഞ ഒരു കക്ഷി മുശാഹിനാണ്. മൂമിനീങ്ങളോട് പിണക്കമുള്ളവൻ, മൂമിനീങ്ങളോട് കുറുമ്പും കുശുമ്പും കാണിക്കുന്നവൻ. നമുക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് രാത്രി പുറേ പോയിട്ടൊന്ന് ആലോചിച്ച് നോക്കി, ഏതെങ്കിലും മൂമിനോട് എനിക്ക് വെറുപ്പുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പരിചയമുള്ളവരൊക്കെ എല്ലാവരോടും വെറുപ്പായിരിക്കും. വെറുപ്പില്ലാത്തോലെ കിട്ടാനായിരിക്കും പ്രയാസം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോ ബറാഅത്ത് രാവാണ്, അപ്പിടി ഇപ്പിടി പറഞ്ഞ് നമ്മൾ ദ്വാരക്കാൻ പോവാണ്, ഭയങ്കര രാവാണ് എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു കള പറിച്ചു നീക്കാം. ഹൃദയത്തിൽ നിന്ന് കള പറിച്ചു നീക്കണം. ഹൃദയത്തിലെ ഏറ്റവും വലിയൊരു കളയാണ് ഹിഖ്ദ്. ഹിഖ്ദ് എന്ന് പറഞ്ഞാൽ പോര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? വ ഇന്ന ശഹ്ന അലൈസ മിൻ ശഗ്നി. കുറുമ്പ്, അക്രമം, അനീതി അതൊന്നും എന്റെ സ്വഭാവമല്ല. അതാണ് ഈ മുശാഹിൻ. അവിടെ പറഞ്ഞ ഷഹ്ന എന്ന വാക്കിൽ നിന്നാണ് ഈ മുശാഹിൻ വന്നത്. അപ്പൊ അതുകൊണ്ട് കുറുമ്പ് കാണിക്കരുത്, ആരോടും കുറുമ്പുണ്ടാവരുത്, കുശുമ്പുണ്ടാവരുത്. നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ കുയിന്ത് ആ സാധനം ഉണ്ടായിരുന്നു. ഇതുണ്ടെങ്കിൽ ബറാഅത്തിന്റെ ഒന്നും ഉത്തരല്ല. ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി പറഞ്ഞതാണ്. ഈ ബറാഅത്തിന്റെ രാവിന്റെ അത് ഉത്തരല്ലാത്ത വേറൊരു കക്ഷി, അല്ലാഹു തആല പുറത്തു കൊടുക്കാത്തവർ. മറ്റൊന്ന് പറഞ്ഞത് ആഖുല്ലി വാലിദൈൻ. ആഖുല്ലി വാലിദൈൻ 4 ആളുകളെ പറഞ്ഞിട്ടുണ്ട്. പുറത്തു കൊടുക്കൂലോൽക്ക് മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നവൻ, സ്വന്തം മാനും ബാപ്പാനും നോക്കാത്തവൻ, എത്ര വലിയവനാണെങ്കിലും ശരി, പടച്ചോന്റെ അടുത്ത് 5 പൈസന്റെ വിലവനില്ല. പെറ്റ ഉമ്മനെയും പോറ്റി വളർത്തിയ വാപ്പാനെയും നോക്കാത്തവന് 5 പൈസന്റെ വിലയില്ല പടച്ചോന്റെ. അവൻ നേരം വെളുക്കോളും സുജൂദിൽ കിടന്ന് കരഞ്ഞിട്ട് കാര്യമല്ല, അള്ളാഹു അവനെ ഒന്ന് നമ്മളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ, ഇടം കണ്ണിട്ട് നോക്കുക. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു നോട്ടം പോലും അവനിലേക്ക് ഉണ്ടാവില്ല. തീരെ ശ്രദ്ധിക്കൂല അവനെ. നല്ലോണം ശ്രദ്ധിക്കണം. മാതാപിതാക്കളുമായിട്ട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടേ നാളത്തെ രാത്രി ദ്വാരക്കാൻ ഒരുങ്ങിയിട്ട് കാര്യമുള്ളൂ. ഓലോട് ആദ്യം ഒന്നാവണം, അവരോട് നന്നായിട്ട് മതി ദ്വാരക്കാൻ നോക്കലും. പിന്നെ ബറാഅത്ത് രാവിന്റെ അന്ന് പുറത്തു കൊടുക്കാത്ത വേറൊരു കക്ഷി മുസ്ബിലുൻ ലീസാരിഹി. ഞെരിയാണിയുടെ താഴെ മുണ്ടെടുക്കുന്നവൻ. അത് പാൻസ് ആണെങ്കിലും തുണിയാണെങ്കിലും എന്താണെങ്കിലും, ഞെരിയാണിന്റെ താഴെ തുണി ഇറങ്ങുകയാണെങ്കിൽ നെരിയാണിയോട് ഒപ്പിച്ചുണ്ടാവാം. ഞെരിയാണിയുടെ താഴെ മുണ്ടിറങ്ങിയാൽ അവനെ അല്ലാഹു തആല സ്വീകരിക്കൂല, നോക്കൂല, മൈൻഡ് ചെയ്യൂല. നേരം വെളുക്കോളും സുജൂദിൽ കിടന്ന് കരഞ്ഞിട്ട് കാര്യമല്ല. ശ്രദ്ധിക്കണം.
എപ്പോഴോ അബദ്ധവശാൽ ഇറങ്ങിപ്പോയി, ശ്രദ്ധിക്കാതെ അങ്ങ് ഇറങ്ങിപ്പോയി, അതൊക്കെ വേറെ. മനഃപൂർവ്വമുള്ള കേസുകളെ കുറിച്ചാ പറഞ്ഞത്. അതായത് നമ്മൾ അങ്ങനെ തന്നെ ആ തുണി ഉടുത്തപ്പോ തന്നെ ഉടുത്തപ്പോ ഞെരിയാണ്ട മുകളിലായിരുന്നു, പിന്നെ അത് താഴോട്ട് ഇറങ്ങി അറിയാതെ ഇറങ്ങിപ്പോയി, അതിനൊക്കെ മാപ്പുണ്ട്. അതാണ് ഈ ഖിബറില്ലാത്തപ്പോൾ അതിന് കുറ്റമില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം. ചിലരെന്ത് പറയാറുണ്ട്, ഞെരിയാണ്ട താഴെ തുണി എടുത്തിട്ട് ഖിബർ ഉണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളോട് ഒരിക്കലും ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞെരിയാണ്ട താഴെ തുണി എടുത്ത് നടന്നപ്പോ ഒന്നാണ് കൊടുത്തു, തുണി പൊക്കി കൊടുക്കുക. അപ്പൊ അയാൾ ചോദിച്ചു, അത് ഖിബർ ഉണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. കാരണം ഹദീസിൽ അങ്ങനെ ഉണ്ട്, അഹങ്കാരത്തോടെ തുണി വലിച്ചിഴച്ചവൻ എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ ഒന്നും കൂടെ കൊടുത്തു. ഈ പണിക്ക് തന്നെയാണ് കിബിർ എന്ന് പറയുന്നത്. ഈ വലിച്ചയച്ച് നടക്കുന്ന പണി ഉണ്ടല്ലോ, ഇതിന് തന്നെയാണ് കിബിർ. അതറിയാതെ ഇറങ്ങിപ്പോണതിനെ പറ്റിയാ പറഞ്ഞത്. ഇവൻ അറിയാതെ ഇറങ്ങിപ്പോകുക. ബഹുമാനപ്പെട്ട അബൂബക്കറിനെ നബിതങ്ങൾ നിര്യാണിയുടെ താഴെ മുണ്ടെടുക്കുന്നതിനെ വല്ലാതെ വിമർശിച്ചപ്പം മുത്തുനബിയോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, തുണി എത്ര ഉടുത്താലും ചിലപ്പോഴൊക്കെ, റയർ കേസുകളാണ് ആ പറയുന്നത്, വല്ലപ്പോഴും ഒക്കെ ഞാൻ അറിയാതെ തുണി ഇങ്ങനെ കിഴിഞ്ഞ് ചിലപ്പോ അങ്ങോട്ട് എത്താറുണ്ട്. അറിഞ്ഞാൽ ഉടനെ പൊക്കി കൊടുക്കും. അതിൽ ഞാൻ പിടിക്കപ്പെടുവോ? മുത്തുനബി പറഞ്ഞു, ഇല്ല, അത് അവിടേക്കാണ്. എല്ലായിടത്തേക്കും സാർവത്രികമായിട്ടല്ല ഹുക്മ. ഏതായാലും തുണി താഴ്ത്തി ഉടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എത്ര പേര്, ഞാനൊരു സദസ്സിൽ വെച്ചൊരിക്കൽ ഇത് പ്രസംഗിക്കുമ്പോ എല്ലാവരും കൂടി ഒരാളെങ്ങനെ നോക്കുന്നുണ്ട്, ഒരാചാര്യ. എനിക്കറിയില്ല ഇയാൾ തുണി നന്നായിട്ട് ഇറക്കി കൊടുക്കുന്ന ആളാ. ഇറക്കി കൊടുക്കാൻ ഒരു ചെറിയ തോന്നലൊന്നും അല്ല, അല്ലെങ്കിൽ കാലിന്റെ താഴെ പോകലുമല്ല. ഇയാള് ശരിക്കും തുണി ഇങ്ങോട്ട് അഴിച്ചിട്ടാല് ഒരു മീറ്റർ അത് എന്ത് ചെയ്യും, തറയിൽ ഇങ്ങനെ വിരിഞ്ഞു കിടക്കും. പിന്നെ അത് പൊക്കിയിട്ട് മടക്കി കുത്തല. അപ്പോഴത് ശരിയാവുക. മടക്കി കുത്തിയാൽ തന്നെ മുട്ടിന്റെ കൈപ്പെട്ടുണ്ടാവും. ഈ കോലത്തിലാണ് ധാരാളം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇയാളെല്ലാരും നോക്കാൻ തുടങ്ങി. അയാൾക്കും ഇത് അറിയാവുന്നത് കൊണ്ട് അയാൾ ആ ഇരിക്കണോടത്തുനിന്ന് തുണി ഇങ്ങനെ എന്ത് ചെയ്യാണ്, മടക്കി കൊടുക്കുകയാണ്. ഇതിങ്ങനെ മടക്കി കൊണ്ടുപോവാണ്. കാരണം ഇത് എണീക്കുമ്പോ ഞാൻ കാണുമല്ലോ, എന്റെ മുമ്പിലാണ് ഇയാൾ വയലേക്കായിരിക്കണം. ഏതാവട്ടെ, ആളുകളൊക്കെ അയാളെങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അയാൾ ഇങ്ങനെ ഇടയ്ക്കിടെ ഈ ചെയ്യുന്ന പണിയും കാണുന്നുണ്ട്. ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഏതായാലും ദുആയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ദുആ കഴിഞ്ഞ് മുസാഫഹത്ത് ചെയ്യാൻ വരുമ്പോ ഇയാൾ ഇങ്ങോട്ട് എഴുന്നേറ്റപ്പോ പിന്നെയും തുണി ഒരുപാട് താഴെ. ഇയാൾ അതിരേ പണിയെടുക്കുന്നുണ്ട്, കയറ്റിട്ടൊന്നും ഇങ്ങോട്ട് പൂർത്തിയായിട്ടില്ല. പിന്നെയും ഒരുപാട് താഴെ. അയാൾ ഓടി വന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, മേലാലിൽ ഈ പണി ഉണ്ടാവില്ല, ഇത് ഇന്നത്തോടു കൂടി നിർത്തി, ഇനി ഇത് ആവർത്തിക്കൂല. കാരണം ഈ ആൾക്കാരുടെ എല്ലാം കൂടെ അയാൾ മാനം കെട്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, തുണി ഞെരിയാണിയുടെ താഴോട്ട് പോകരുത്. അവർക്ക് ബറാഅത്ത് രാവിൽ മാപ്പില്ല, ആഖുല്ലി വാലിദൈനിക്കും മാപ്പില്ല. ഇനി ആരാണ് മറ്റൊന്ന് പറഞ്ഞത്? ഒരാളും കൂടെ ഉണ്ട്. മറ്റൊരു കക്ഷിയെ പറഞ്ഞത് മദ്യപിക്കുന്നവൻ, കുടി പതിവാക്കിയവൻ, അവനും മാപ്പില്ല. കൂടിച്ച് മൂത്രമൊഴിച്ച് നടക്കണവൻ. ബറാഅത്ത് രാവിൽ ദുആ ചെയ്താൽ അല്ലാഹു മാപ്പ് തരൂല. പടച്ചോനെ, ബറാഅത്തിന്റെ അന്ന് പോലും ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ എന്ന് പറഞ്ഞ പരിശുദ്ധമായ രാവിൽ പോലും ദ്വാരന്നാൽ ഉത്തരല്ലാത്ത കക്ഷിയാണ് കുടിച്ച് വയറ് പീപ്പയാക്കുന്നവനെങ്കിൽ, സുഹൃത്തെ, ഒരല്പ ഈമാൻ ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾ പിന്നെ മദ്യപിക്കോ? ഇന്നെല്ലാ രാജ്യത്തും, പണ്ടൊക്കെ ഉൾപ്രദേശങ്ങളിൽ ഇതൊക്കെ പറയാൻ അങ്ങനെ ഒരു പേടിയായിരുന്നു. പക്ഷേ ഇന്ന് എവിടെയും, ഏത് ഗ്രാമത്തിലും കുഗ്രാമത്തിലും മദ്യക്കുപ്പികൾ സജീവമാണ്. മുസ്ലിം ചെറുപ്പക്കാർ ധാരാളം മദ്യപിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നു, അരുത്, പേടിക്കണം.